നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, ഒന്നിങ്ങോട്ട് വരാമോ? അതെ അതെ, മോള് വിളിക്കുന്നു. ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ഈ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകുമ്പോ കാണാത്ത ചില ജീവികളെ കാണുമ്പോ നമ്മൾ അറിയാതെ അങ്ങ് നോക്കി നിന്നു പോവും. അതാണോ താൻ ഉദ്ദേശിച്ചത്? ചവിട്ടിക്കൂട്ടി ഒരു മൂലയിലെടുത്തിട്ട് ഞാൻ. ആഹാ, എന്നാൽ അതൊന്നും എനിക്ക് കാണണമല്ലോ. താനും നിന്നെ വന്ന് ചവിട്ടിക്കൂട്ടി. ചവിട്ടിക്കൂട്ട് നോക്കട്ടെ. ഈ അമ്മാവന്റെ ഒരു കാര്യം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കും, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇതൊക്കെ തീർത്തിട്ട് ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങി പോവോന്നു? ഞാൻ പോകുന്നില്ല, ഇവിടെ താമസിക്കാനാ തീരുമാനം. തനി ഉള്ളി ഒന്ന് പൊളിച്ചു വെച്ചേ. വെറുതെ ഒന്ന് വാചകം എടുക്കല്ലേ, എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. നിന്റെ സാറേ. ഇരിക്കുമോനെ. ആയിക്കോട്ടെ. ഹരി, ദേ വിരുന്നാരം വന്നേക്കുന്നു. ഇരിക്കുമോനെ. ഇരിക്കും. ശരി. ഞാൻ ഇപ്പൊ വരാം, എന്റെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി അതാരാണാവോ? തന്റെ കൂട്ടുകാരനല്ലേ? തല്ലിപ്പൊളിയായിരിക്കും. എന്റെ ഗസ്റ്റിനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. തല്ലിപ്പൊളി തല്ലിപ്പൊളി എന്റെ കാട്ടുപോത്തു. അതെല്ലാം പെട്ടെന്ന് തീർന്നായിരുന്നു. അതെ വന്നു. ഹലോ, ഞാൻ പെട്ടെന്ന് വിളിച്ച് വരാൻ പറഞ്ഞ ബുദ്ധിമുട്ടായത് എനിക്ക്. ഇല്ല, പക്ഷേ വിളി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് സത്യമാ. രാവിലെ 1-2 ഓർഡർ ഉണ്ടായിരുന്നു, അത് കൊടുത്തു തീർത്തിട്ടാ വന്നേ. ഓ, ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷം 1-2 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതെ, ഇവനങ്ങനെ കൂട്ടുകാരെ വീട്ടിലോട്ട് വിളിക്കുന്നതോ സൽക്കരിക്കുന്നതോ ഒന്നും പതിവുള്ളതല്ല. ഇപ്പൊ എന്താണ് മോനോട് ഇവനിങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഭാഗത്തു നിന്നും തന്നോട് ചില തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഇതോടങ്ങ് തീരട്ടെ. അയ്യോ സാറേ, അല്ല എന്തേ മോളെവിടെ? അവളിവിടെ തന്നെ ഉണ്ട്. അമ്മാവൻ അവളെ ഇങ്ങ് വിളിക്കേ. ഹലോ, ഒന്നിങ്ങോട്ട് വരാമോ? അതെ അതെ, മോള് വിളിക്കുന്നു. ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ദാ വരുന്നു. സാറേ, സാറിന് വൈഫില്ലെന്നല്ലേ പറഞ്ഞേ? ഇത് ആരാ? ഞാൻ തന്നോട് പറഞ്ഞില്ലേ അയൽപക്കത്തൊരു ശല്യക്കാരുണ്ടെന്ന്? അതാ മുതല്. ഞാനിപ്പോ വരാം. പാവൻ ടീച്ചറാ. അവന് അവളെ അത്ര പിടുത്തമല്ല, അതാ. ഓ, ഞാനേ മോളെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം. ഇരിക്കുക കേട്ടോ. ഓ, എന്താ കടുക് എവിടെ? അടുക്കളയിൽ സ്ഥിരം കയറുന്നല്ലേ. കടുക് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലേ? ഞാൻ സ്ഥിരം കയറുന്നത് നിങ്ങളുടെ അടുക്കളയിലല്ല.
നിങ്ങൾ അതെടുത്ത് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനൊക്കെ കിട്ടുന്നവന്റെ കഷ്ടകാലോ. എന്താ പറഞ്ഞത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്നെ കെട്ടുന്നവന്റെ കഷ്ടകാലെന്നല്ലേ പറഞ്ഞത്? ഞാൻ ആരെയും കെട്ടാ ഉദ്ദേശിച്ചിട്ടില്ല. ആൺവർഗൻ രക്ഷപ്പെട്ടു. ആ കടുക് എടുക്കുന്നുണ്ടോ? നോക്കട്ടെ. നിത്യേന നിങ്ങൾ അടുക്കളയിൽ കയറുന്നതല്ലേ? എന്നിട്ട് ഇവിടുത്തെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞൂടെ? നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇതാണ് കുടുംബത്തിലെ പെണ്ണില്ലാത്തതിന്റെ കുഴപ്പം. അഹങ്കാരം പറയുന്നതിന് ഒരു കുറവുമില്ല. എന്ന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഇവളുടെ വായിൽ എന്തെങ്കിലും തുണി എടുത്ത് തിരുകണം. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ഇതല്ലേ കടുക്? ആണോ? ഞങ്ങൾക്കൊക്കെ കടുക് ഇതാ. നിന്നെ പോലെ തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് ഇതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിന്നെ ദേ, ഇത് വെച്ചൊന്ന് വരഞ്ഞു തന്നാലുണ്ടല്ലോ, അതോടെ തീരും തനി ചൊറിച്ചില്. എന്നാ നീ ഒന്ന് വരഞ്ഞേ. വരേടി, ചീകടി, ചെയ്യ, വരേടി. നോക്കി നടന്നൂടെ? ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും. ആഹാ, ചുന്ദരിക്കുട്ടി വന്നാ. ഇന്ന് എന്താണ്, കരണ്ടിൽ പുതിയ പരീക്ഷണം വല്ലതും നടത്തിയോ? ഇല്ല ഇല്ല, ഞാൻ പടം വരയ്ക്കായിരുന്നു. ഓഹോ, ദേ നോക്കിയേ. നോക്കട്ടെ. ആഹാ, കൊള്ളാലോ. ഇത് മോള് തനിയെ വരച്ചാണോ അതോ അച്ഛൻ ഹെൽപ്പ് ചെയ്തോ? ഏയ്, അച്ഛൻ ഹെൽപ്പ് ചെയ്തൊന്നുമല്ല, എല്ലാം ഞാൻ തനിയെ വരച്ചതാ. ആഹാ, മിടുക്കിയ കുട്ടിയാട്ടോ. എല്ലാം നല്ല രസമുണ്ട്. ആണോ? പിന്നെ സൂപ്പർ അല്ലേ? ദാ, കല്യാണി മോൾക്ക് വലുതാവുമ്പോ എന്താവാൻ ആഗ്രഹം? എനിക്ക് നന്നായിട്ട് വരയ്ക്കണം, ഉം, നന്നായിട്ട് പാട്ട് പാടണം, പിന്നെ എനിക്ക് നല്ലൊരു ടീച്ചർ ആവണം. ടീച്ചറാവണമെന്നത് കല്യാണിയുടെ ആഗ്രഹമാണോ അതോ അച്ഛന്റെ ആഗ്രഹമാണോ? അച്ഛൻ അങ്ങനെ അതാവണം ഇതാവണമെന്നൊന്നും പറയില്ല. അതെയോ? അച്ഛൻ എന്താ എന്നോട് പറയാറുള്ളതെന്നറിയോ? എന്താ? നല്ലൊരു മനുഷ്യനാവണമെന്ന്. അത് ശരി. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളാവണമെന്ന്. അച്ഛൻ കൊള്ളാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.